ഹായ് ഹലോ, വെൽക്കം ടു ആദ്യാസ് വ്ലോഗ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു കാർട്ടൂൺ ബോക്സാണ്. ഇപ്പോൾ റീസൈക്ലിംഗ് വീഡിയോ ആണ്. നമ്മളിത് വെച്ചിട്ടൊരു വാൾ ഹാങ്ങിങ് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ എങ്ങനെയാണെന്നല്ലേ നമുക്ക് കാണാം. ആദ്യം ഈ കാർഡ്ബോർഡ് വെച്ച് ഇതിൽ 16 ഇഞ്ച് മെഷർമെൻ്റ് എടുത്ത് അത് വെച്ചൊരു സർക്കിൾ വരയ്ക്കണം. അതിനുശേഷം നമ്മൾ സർക്കിൾ കട്ട് ചെയ്യുക. സർക്കിൾ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കേക്കിൻ്റെ കാർഡ്ബോർഡ് പീസ് കൂടി എടുത്തത്. അപ്പോൾ അങ്ങനെ ആ സർക്കിൾ ഷേപ്പ് കട്ട് ചെയ്യുക. ഈ സർക്കിളിൽ അതായത് നമ്മൾ വാൾ ഹാങ്ങിങ്സ് ആയിട്ട് വെക്കാൻ പോകുന്നത് ഒരു ട്രീ ആണ്. അപ്പോൾ ഒരു മരത്തിൻ്റെ ആ ഔട്ട്ലൈൻ നമ്മൾ ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു മരമാണ് വാൾ ഹാങ്ങിങ് ആയിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആ മരത്തിൻ്റെ ഔട്ട്ലൈനാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യുക, പിന്നെ മാർക്കർ വെച്ച് ഡാർക്കായിട്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൽ ക്രോസ് ചെയ്തിട്ടുണ്ടല്ലോ രണ്ട് ഭാഗം, ഇത് രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുത്ത് കളയണം. അത് നമുക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ ഞാൻ ഈ കട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മളിത് കട്ട് ചെയ്ത് എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ വാൾ ഹാങ്ങിങ് ട്രീ ആണല്ലോ, അപ്പോൾ നമുക്ക് ലീഫ് വേണം. അപ്പോൾ ലീഫിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രീൻ പേപ്പർ എടുക്കുകയാണ്. ഒരു നോർമൽ A4 സൈസ് കളർ പേപ്പർ ആയിക്കോട്ടെ, ഗ്രീൻ കളർ. അപ്പോൾ അതിൽ ഒരു 5 സെൻറ്റിമീറ്റർ നീളം, 5 സെൻറ്റിമീറ്റർ വീതി അങ്ങനെ വെച്ചിട്ട് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്ക്വയർ പീസ് പോരാ, കുറേ ലീഫുകൾ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു 20-25 പീസസ് ഓഫ് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിന് നമ്മൾ ഫോൾഡ് ചെയ്യണം. ആദ്യം ഒരു ഫോൾഡ്, 2 ഫോൾഡ്, മൂന്നാമത്തെ ഫോൾഡും കൂടെ ഫോൾഡ് ചെയ്യണം. അങ്ങനെ 3 പ്രാവശ്യം ക്രോസ് ആയിട്ട് ഫോൾഡ് ചെയ്ത ശേഷം നമ്മളതിൻ്റെ ഇങ്ങനെ പിടിച്ചതിൻ്റെ 2 സൈഡും വെട്ടുകയാണ്. അതായത് നമുക്കൊരു പെറ്റലിൻ്റെ ഷേപ്പാണ് കിട്ടേണ്ടത്. ആ പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡും വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വാൾ ഹാങ്ങിങ് അത്ര ചില്ലറ വാൾ ഹാങ്ങിങ് ഒന്നല്ല, കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടുള്ള വാൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അത് ലീഫിൻ്റെ ഷേപ്പായിട്ടല്ല, ഇങ്ങനെ ഫ്ലവേഴ്സിൻ്റെ ഷേപ്പായിട്ടാണ് ഞാൻ ലീഫ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതാ ഇതേപോലത്തെ ഷേപ്പാണ് കിട്ടുക, കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്ലവർ ആണ് കിട്ടുക. ഈ ഒരു ഫ്ലവർ ഷേപ്പിലുള്ളത് കിട്ടും. ഇനി ഈ ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ, അതായത് ഇതിൻ്റെ ഒരു പെറ്റൽ നമ്മൾ കട്ട് ചെയ്യുക. അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം അതിൻ്റെ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് കട്ട് ചെയ്തിട്ട് അത് ഒരു പെറ്റൽ നമ്മൾ അതിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ എടുത്ത് മാറ്റുകയാണ് ഒരു പെറ്റൽ. അതിനുശേഷം നമ്മളിത് കൂട്ടി ഒട്ടിക്കും. അതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമ്മളിതുപോലെ 2 സൈഡും കൂടി കൂട്ടി ഒട്ടിക്കും. അപ്പോൾ ഒരു കുഴി പോലെയുള്ള ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനത് ഗ്ലൂ വെച്ച് ഇച്ചിരി ഗ്ലൂ എടുത്തു. ഏത് ഗ്ലൂ ആയാലും കുഴപ്പമില്ല, പേപ്പർ ഒട്ടുന്ന ഗ്ലൂ മതി. അപ്പോൾ അങ്ങനെ അത് ഒട്ടിച്ചെടുത്തു, കണ്ട. അപ്പോൾ ഇതേപോലത്തെ ഷേപ്പ് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത്, അതായത് ഇതിന് കുറച്ചുകൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചെറിയ ചെറിയ ലൈൻസ് വരയ്ക്കുക. അപ്പം ഈ പെന്ന് വെച്ചാണ്, ഞാൻ കാലിഗ്രാഫി പെന്നാണ്. നമുക്ക് ഏത് പെന്നും ഇച്ചിരി തിക്നെസ് കൂടിയ നിബായിട്ടുള്ള ഏത് പെന്നാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അത് വെച്ച് നമ്മളിങ്ങനെ ലൈൻസ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവർ കണ്ടില്ലേ? ഇതേപോലെ ഫ്ലവർ ഉണ്ടാക്കിയ ശേഷം ഇനി നമ്മൾ അത് കുറച്ചുകൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടി കത്രികയുടെ അറ്റം വെച്ച് ചെറുതായിട്ടൊന്ന് ടേൺ ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഓരോ അറ്റം.
ഇതാ ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സാണ് കിട്ടുക. ഇനി നമ്മൾ ആദ്യം കട്ടൗട്ട് ചെയ്തിട്ടുണ്ടല്ലോ ട്രീൻ്റെ, അപ്പോൾ അതിനെ നമ്മൾ മൊത്തം ബ്ലാക്ക് ആക്രിലിക് വെച്ച് പെയിൻറ്റ് ചെയ്യുക. നിങ്ങളിത് പെയിൻറ്റ് ചെയ്യുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പർ വിരിച്ചോളൂ, കാരണം ഞാൻ മറന്നുപോയി, പിന്നെ എനിക്ക് ഓർമ്മ വന്നത് ആകെ പെയിൻറ്റൊക്കെ ടേബിളിൻ്റെ മുകളിലായി. അപ്പം നമ്മൾ ഈ കാർഡ്ബോർഡിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് പെയിൻറ്റ് ചെയ്തു. ഇനി അതിൻ്റെ അപ്പുറത്തെ വശവും നമ്മൾ ഇതേപോലെ പെയിൻറ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ കുറച്ച് ഫെവിക്കോൾ എടുക്കുക, അതിനെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഈ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ കംപ്ലീറ്റ് അങ്ങ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നല്ല ഫ്ലവേഴ്സൊക്കെ നല്ല ഗ്ലോ ചെയ്തിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഫ്ലവർ കണ്ടില്ലേ, നല്ല തിളങ്ങിയിരിക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു തിളക്കം കിട്ടാനാണ് നമ്മൾ ഈ ഫെവിക്കോള് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ ഫ്ലവേഴ്സും അങ്ങ് ഫെവിക്കോൾ വെച്ച് അങ്ങ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സൊക്കെ റെഡിയായി. അപ്പോൾ ഈ ഫ്ലവേഴ്സാണ് ലീഫിൻ്റെ റോളിൽ വരുന്നത്. അപ്പോൾ ഇതങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ നമ്മൾ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഫെവിക്കോൾ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒട്ടി നിൽക്കും. അപ്പോൾ നമുക്ക് ഫെവിക്കോളിൻ്റെ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ച് അപ്പോൾ ഇതിൻ്റെ കൂർത്ത ഭാഗം ഉണ്ടാവും ഇതിൻ്റെ പിന്നിൽ, കാരണം നമ്മളൊരു പെറ്റൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാണല്ലോ. അപ്പോൾ എന്തായാലും ആ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ അത് ആ അറ്റത്ത് മാത്രം കുറച്ച് ഗ്ലൂ ആക്കി നമ്മൾ കംപ്ലീറ്റ് അങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഏകദേശം ഒരു 50 ഫ്ലവേഴ്സ്, അതായത് ഈ ചെറിയ പിങ്ക് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതും ഉൾപ്പെടെ ഒരു 50 ഫ്ലവേഴ്സെങ്കിലും വേണം ഇതൊന്ന് നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ. അപ്പോൾ അങ്ങനെ ഫുൾ ഗ്രീൻ ഫ്ലവേഴ്സ് വെച്ച് നിറയ്ക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് പിങ്ക് ഫ്ലവേഴ്സൂടെ, ചെറിയ ചെറിയ പിങ്ക് ഫ്ലവേഴ്സൂടെ ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. കണ്ട ഇതേപോലെ നല്ല സൂപ്പറായിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടെ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വാൾ ഹാങ്ങിങ് കംപ്ലീറ്റ് ആവും വർക്ക്. അപ്പോൾ ഇതിങ്ങനെ വെച്ചാലും ഭംഗി ഉണ്ടാവും. കുറച്ചുകൂടെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിൻ്റെ തടി കൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഗ്ലൂ അപ്ലൈ ചെയ്തുകൊണ്ട് കണ്ട കുറച്ച് നല്ല ഷൈനി ആയിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഗ്ലോ ഉണ്ട് ഇതിന്. അപ്പോൾ ഇതായി മരത്തിൻ്റെ തടി ഭാഗം വരുന്ന ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഗ്ലൂ ഗൺ വെച്ച് ഇതേപോലെ ഇങ്ങനെ ഇതിന് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇതിൻ്റെ വേര് ഭാഗം വരുന്നതും, അതായത് ഇതിൻ്റെ തടി ഭാഗമോ എല്ലാം ഇങ്ങനെ ലൈൻ ആയിട്ട് വരയ്ക്കാം. ഗ്ലൂ ഗണ്ണ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതേപോലെ ഈ വൈറ്റ്, അതായത് അല്ലെങ്കിൽ ബ്രൗൺ പേപ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടും ഒട്ടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പർ ഒട്ടിക്കുക. ഞാനിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചാണ് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ ഞാൻ ബ്രൗൺ ആക്രിലിക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ കണ്ടില്ല, നല്ല മനോഹരമായ വാൾ ഹാങ്ങിങ് റെഡിയായി. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഹാങ് ചെയ്യാം, എങ്ങനെയുണ്ടെന്ന് കാണാമല്ലോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സൂപ്പർ വാൾ ഹാങ്ങിങ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.